ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഒരു കപ്പ് അവലും ഒരു കപ്പ് റാഗിയും കൊണ്ട് നല്ല ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു മിക്സിയിൽ ജാർ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൽ ഞാനിവിടെ ചുവപ്പ് അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ള അവലാണെങ്കിലും യൂസ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല വൃത്തി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാമേ. അപ്പോൾ ഞാൻ ദാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് കേട്ടോ പരുവം. അങ്ങ് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരഞ്ഞും പോണ്ട, എന്നാൽ ചെറിയ ഒരു എന്താണ് തരിതരിയായിട്ട് ഒന്ന് കിടക്കുകയും വേണം കേട്ടോ. ആ ഒരു തരത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അളന്നെടുത്ത് അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശർക്കര പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അതേ സെയിം കപ്പ് ഒരു കപ്പ് റാഗി പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം അങ്ങ് തിരുമ്മിയെടുക്കാം കേട്ടോ. അപ്പം എല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. തയ്യാറാക്കി കൊടുത്താൽ റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉറപ്പായിട്ടും ഈ തരത്തിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ദാ കൈ കൊണ്ട് തിരുകി ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്നങ്ങ് തിരുകി ശർക്കരയുടെ കട്ടകളൊക്കെ അങ്ങ് ഉടച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കൊഴുക്കട്ടയുടെ പരുവത്തിൽ നമുക്ക് അതങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് വെള്ളം പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ തളിച്ച് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളങ്ങ് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ദാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ നല്ലോണം അങ്ങ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളവും ശർക്കരയും റാഗിപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുവേ. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതാ തുറന്നു നോക്കി. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഏത് ഷേപ്പിലാണോ നമുക്ക് തയ്യാറാക്കേണ്ടത് ആ ഷേപ്പിൽ നമുക്കങ്ങ് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ കുറച്ചെടുത്ത് നമ്മുടെ കൈപ്പിടി അളവിൽ ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ചെറുതായിട്ട് എടുത്ത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദാ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഏതിലായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഉറപ്പായിട്ടും കഴിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പം ഞാൻ ദാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് വേവിക്കുന്നത്. അപ്പോൾ ഒരു മുക്കാൽ പാത്രത്തോളം വെള്ളം വെച്ചതിന് ശേഷം ഒരു തട്ട് വെച്ച് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയതും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതങ്ങ് വേവിച്ചെടുക്കാമേ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ദാ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദാ കണ്ടല്ലോ, എല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാമേ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അവലൊക്കെ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. റാഗി എന്ന് പറയുന്നത് അറിയാലോ എല്ലാവർക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റൊക്കെ നോക്കുന്നവർ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഒരു പൊടിയാണ് കേട്ടോ റാഗി പൊടി എന്ന് പറയുന്നത്. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ ഒരു സ്നാക്സ് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാനും അത്രയും ടേസ്റ്റ് ആണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം റാഗിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. മുൻപോട്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.